എൻ്റെ ഈഗോയേക്കാൾ ഈ റിലേഷൻഷിപ്പാണ് എനിക്ക് വലുത്, അതുകൊണ്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യും. കേൾക്കുമ്പോൾ സുഖമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബട്ട് ലെറ്റ് മീ ഷോ യു എ വീഡിയോ. നമ്മളാക്കുന്ന വ്യക്തിത്വം, നമ്മുടെ ഇഷ്ടങ്ങൾ, വാല്യൂസ്, ചോയ്സസ്, ഇതൊക്കെ മാറ്റി മറ്റൊരു വ്യക്തിയായി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് വിട്ടുകൊടുത്ത് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ഈ റിലേഷൻഷിപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിനുവേണ്ടി നമുക്ക് വിട്ടുകൊടുക്കലുകളാകാം. പക്ഷേ ഈ ഇമ്പോർട്ടൻ്റ് ആവുക എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് നമ്മളും അവിടെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു, കെയർ ചെയ്യപ്പെടുന്നു എന്നാണ്. അതായത് നമ്മളിടുന്ന അതേ എഫേർട്ടും ചേഞ്ചസും ഒക്കെ കൊണ്ടുവരാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അത്രയും പരിഗണന നമുക്ക് തരണം. അത് കിട്ടാത്ത സിറ്റുവേഷൻസിലും ഇതുപോലെയുള്ള ഓവർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് നമ്മൾ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടില്ലേ? ഇത് ശരിക്കും ആ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണോ അതോ അവരിട്ടിട്ട് പോകുന്നു പേടിച്ചിട്ടാണോ? അതായത് അവരോടുള്ള സ്നേഹത്തിനേക്കാളേറെ അവരും കൂടെ പോയാൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം അവിടെ വരാമല്ലോ. ഇപ്പോൾ പാർട്ട്ണറിനെ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി ഞാൻ ഹേർട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നു, അവരും പറയുന്നു ഐ ക്യാൻ സീ ഇറ്റ്, എന്നിട്ടും ഞാൻ പിടിച്ച മുകളിൽ 3 കൊമ്പെന്ന് സ്റ്റാൻഡിൽ നിൽക്കുന്നു, ഞാൻ മാറാൻ തയ്യാറല്ല, ഇറ്റ്സ് മൈ ഈഗോ എന്നൊക്കെ പറയാം. ആൻഡ് അത് റിലേഷൻഷിപ്പിൽ ഹാംഫുൾ ആണ്. കുറച്ചൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം, ലേണിംഗ് അൺലേണിംഗ് നടക്കണം. അതേസമയം അവരെങ്ങനെയായാലും പെരുമാറിയാലും കുഴപ്പമില്ല, എനിക്ക് അവരോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും നിൽക്കാൻ പോവുകയാണ്, സ്നേഹം സെൽഫ്ലെസ് ആണ്, സ്നേഹത്തിൽ നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് നിങ്ങൾ നിൽക്കുന്നത് ശരിക്കും ഈഗോ ഇല്ലാത്തതുകൊണ്ടാണോ അതോ സെൽഫ് റെസ്പെക്റ്റ് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണോ?